നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 സെപ്റ്റംബർ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. എന്നാൽ നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന ശനി അത്ര ഗുണം ചെയ്യില്ല. അതേപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഗീതപ്രിയോ രജതക്ത പരിശ്രീ സദ്വസ്ത്രം ഭൂഷണയുധോ വിഷയോപഭോക്ത എന്ന് പറയുന്നൊരു ഗുണമാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല വസ്ത്രം, ഭക്ഷണം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകും. ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. അപ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനുള്ള യോഗവും അതിനോടൊപ്പം തന്നെ വീട് പണിയൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. വീട് പണിക്ക് യോഗമുള്ള സമയമാണ്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമാധിപതി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിലൊരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല 5ാം ഭാവാധിപതി 12 നിൽക്കുന്ന മക്കൾ വീട് വിട്ടകന്ന് നിൽക്കുക, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വീട് വിട്ട് നിൽക്കാനുള്ള സാധ്യത, അനാവശ്യമായിട്ട് ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന് ആ ഭാഗത്തൊക്കെ വേദന, കാലിൻ്റെ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്ത് നടുവേദന പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ശനിക്ക് പരിഹാരമായി ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുക. കർമ്മതടസ്സം മാറുന്നതിന് വേണ്ടി ദേവീക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകിച്ചും ഭാഗ്യാധിപതി തന്നെയാണ് സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണമുണ്ട് നല്ല ഭാഗ്യങ്ങളും സാമ്പത്തികമായ വർധനവും ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ടും ദാമ്പത്യ സംബന്ധമായ സുഖം അനുഭവിക്കാനും യോഗമുള്ള സമയവുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല പ്രാർത്ഥന, അതുപോലെ തന്നെ നല്ല വഴിപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വീട് വിട്ട് അന്യദേശത്ത് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ നിലവിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ചിലപ്പോൾ ഒരു സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.